മക്കളെ അഞ്ചാമത്തെ ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ചോദ്യം എവിടെ നിന്നാണ്? കംപ്ലീറ്റ്ലി സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. എന്താ? ദ 20th term of the end of the progression. Okay, the 20th term from the end of the progression is. Okay, മക്കളെ ഈ end of the progression എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് മുമ്പ് നിങ്ങൾ ഇത് ഏതാണ് പ്രോഗ്രഷൻ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് നമുക്ക് എന്താക്കാം, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കൂ, ഇത് ഏതാണ് പ്രോഗ്രഷൻ? നിങ്ങൾ നോക്കൂ, ഇത് 20 അല്ലേ, ഇത് 19 1/4 എന്നൊക്കെ പറയാം. നിങ്ങളുടെ കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ കോമൺ ലോജിക്കലി പറയുകയാണെങ്കിൽ ഇത് 20, ഇതെന്താണ് 19.25, ഇതെന്താ 18.5 17.25 അല്ലേ. നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, ആ മുക്കാല് കുറച്ചിട്ട് പോകല്ലേ അല്ലേ. 20 19.25 18.5 17.25, അതായത് മുക്കാൽ കുറച്ച് പോവാണ് അല്ലേ. ദാറ്റ് മീൻസ് ദിസ് ഈസ് വാട്ട് ആഫ് ദിസ് ഈസ് എൻ എ പി. ഓക്കെ, എൻ എ പി വിത്ത് ഡി ഈസ് ഈക്വൽ ടു 19.25 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എന്താണ്? -3/4 അഥവാ -3/4. ഓക്കെ, അതാണ് ഡി അഥവാ അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 20th ടേം ഫ്രം ദ എൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20th ടേം ഫ്രം എൻഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. ലിസൺ, നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ള, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് പറയാൻ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഒരു സീരീസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പ്രോഗ്രഷൻ നോക്കാം. അതായത് ഞാൻ പറയട്ടെ, ഒരു എ പി ആണ്. എന്താണ്? 3, 5, 7, 9 3 5 7 9. ഓക്കെ, നെക്സ്റ്റ് 11, അതേപോലെ 13 14 എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ 15 13 14 ഇല്ല, 13 15 17 അങ്ങനെ ഒരു ജി പി, ഇത്രയുള്ള ജി പി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് ദിസ് ഈസ് തേർഡ് ഫ്രം ദ എൻഡ് അല്ലെങ്കിൽ ഫോർത്ത് ഫ്രം എൻഡ് അങ്ങനെ കണ്ടുപിടിക്കേണ്ട ചോദ്യം വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിവിടെ ഈ എ പി ഞാൻ തിരിച്ചിട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതായത് 19 അല്ലെ, പിന്നെ എന്താണ് 17 അല്ലെ, പിന്നെ എന്താണ് 15 അല്ലെ, പിന്നെ എന്താണ് 13 അല്ലെ, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇവനാണ് എന്താ പറഞ്ഞാട്ടെ, ഇവനായിരിക്കും എന്താ ഇതിന്റെ ഫസ്റ്റ് ടേം അല്ലെ, ഇവനായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ടേം. ഓക്കെ അല്ലെ. ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശ്രദ്ധിക്കും മക്കളെ, ഈ എ പിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലടാ. അതെ, 2 ആണ് ഇവരുടെ കോമൺ ഡിഫറൻസ്. ഇതിന് എന്തായിരിക്കും പറഞ്ഞിട്ട് -2. ഓക്കെ അല്ലേ. സോ ഞാൻ ഈ പറഞ്ഞ ഇവനെ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ തിരിച്ചിടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വാട്ട് വിൽ ബി ദ കോമൺ ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഈ എ പിയുടെ കോമൺ ഡിഫറൻസിന്റെ നെഗറ്റീവാണ് എന്ത്? തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ എ പിയുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ അല്ലേ. സോ ഞാൻ ഈ എ പിയെ ഞാൻ തിരിച്ചിടുകയാണ്. അപ്പോൾ എന്തായിക്കോട്ടെ, -129 1/4 അല്ലേ, മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ചിട്ട് അവസാനം എന്താണ് ഇവിടെ 20 എത്തി എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ. ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഈ നേരെയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഈ എ പിയുടെ കോമൺ ഡിഫറൻസ് ഞാൻ എന്താക്കി D1 എന്ന് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് ഞാൻ ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഡി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓഫ് എന്തായിരിക്കും? D1 ആയിരിക്കും അല്ലേ. കാരണം ഈ ഡി എന്ന് പറഞ്ഞ സാധനം കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ സീരീസിനെ, ഈ എ പിയെ നമ്മൾ എന്താക്കിയിട്ടാണ്? തിരിച്ചെഴുതിയിട്ടാണ്. ഓക്കെ അല്ലേ, നമ്മൾ അതിനെ തിരിച്ചെഴുതിയിട്ടാണ്. ഇപ്പോൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്താവും? ഇതിന്റെ നെഗറ്റീവ് ആവും നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ എന്താണ്? -D1. ഓക്കെ, അഥവാ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇറ്റ് ഈസ് സിംപ്ലി -3/4 അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 3/4. ഈ ഒരു ലോജിക്ക് മാത്രമേ നമ്മൾ എന്താക്കണ്ടോ ഇവിടെ കണ്ടുപിടിക്കണ്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞ ഈ എ പിയുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ സാധനം എന്താണ്? എ ഈസ് ഈക്വൽ ടു -129.4. ഓക്കെ അല്ലേ. അതിന് നമുക്ക് എന്താക്കാം? ഇത് നമുക്കറിയാം, ഇത് മിശ്ര ഭിന്നത്തിലാണ്, നമ്മൾ സാധാരണ പോലെ ആക്കാം. എങ്ങനെയാ? ഇവിടെ 129 1/4 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ്, ഓക്കെ, എന്താണ് 129 × 4 +1 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദാറ്റ് 4 എന്ന് വരും. ഓക്കെ അല്ലേ. ദാറ്റ് മീൻസ് എന്ത് വരും? വാട്ട് ഈസ് 129 × 4? വാട്ട് ഈസ് 129 × 4? വാട്ട് ഈസ് ദാറ്റ് 129 × 4 എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. 129 × 4 അല്ലെ, 4 6 36 3 4 2 8 3 16 3 4 516 കറക്റ്റ് ആണോ? യെസ്, 120 × 4 എന്ന് പറയുമ്പോൾ 480 9 × 4. ഓക്കെ, കറക്റ്റാണ്, 516. ഓക്കെ, അപ്പോൾ 516 + 1 എന്ന് പറയുമ്പോൾ 517 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇതാണ് ഈ എ പിയുടെ ഫസ്റ്റ് ടേം. ഓക്കെ അല്ലേ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന എ പിയുടെ ഫസ്റ്റ് ടേം. ഓക്കെ അല്ലേ.
ഇനി നമുക്ക് 20th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ n ഇസ് ഇക്വൽ ടു 20. കോമൺ ഡിഫറൻസ് എന്താണ്? 3/4. ഓക്കെ അല്ലേ? നമുക്കറിയാം എ പിയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? Tn അല്ലേ എന്ന് പറയുമ്പോൾ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. വളരെ സിമ്പിളാണ്, നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിലെ പഠിക്കുന്ന സാധനം അല്ലേ? അപ്പോൾ T20 എന്ന് പറയുമ്പോൾ എ വാട്ട് ഇസ് എ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 57 ഡിവൈഡ് ബൈ 4 അല്ലേ? പ്ലസ് 19 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്താണ്? 3 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 517 മൈനസ് പ്ലസ് 57 ഡിവൈഡ് 19 ഗുണിക്കണം 3 ഓക്കെ ഡിവൈഡ് ബൈ 4 ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ 517 460 വരും അല്ലേ? മൈനസ് 460 തന്നെയല്ലേ? യെസ് 460 ഓക്കെ 460 ഡിവൈഡ് ബൈ 4 ഓക്കെ എന്താണ് മക്കളെ മൈനസ് 460 ബൈ 4 എന്ന് പറയുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അല്ലെ 1 അല്ലെ 1 5 ഓക്കെ സോ മൈനസ് 115 എന്ന് വരും ഓക്കെ അല്ലേ? ഇവിടെ ചെയ്തിരിക്കുന്നത് 20th ടേം ഫ്രം ദ എൻഡ് ഓഫ് ദ എ പി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എ പിയെ നേരെ തിരിച്ചിട്ടു, എന്നിട്ട് ആ ലാസ്റ്റ് ടേമിനെ ഫസ്റ്റ് ടേം ആക്കി എടുത്തു. ഓക്കെ ലാസ്റ്റ് ടേമിനെ ഫസ്റ്റ് ടേം ആക്കി എടുത്തു. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നേരത്തെ നേരെ നെഗറ്റീവ് ആയിട്ടുണ്ടാകും ഓക്കെ അല്ലേ? ഇത് നമ്മൾ സാധാ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.